ചില വർഗീയ ശക്തികൾ ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കരുത്തുള്ള അവരുടെ ഘടകം ഇവിടെയാണുള്ളതെന്നാണ് കണക്കാക്കുന്നത്. അത്രയധികം സ്വാധീനമുള്ള വർഗീയ ശക്തികൾ ഇവിടെയുണ്ട്. പക്ഷേ തല പൊക്കാനാവില്ല. അതാണ് ഇവിടെ ഉണ്ടായ പ്രത്യേകത. തല പൊക്കിയോ കർക്കശമായ നടപടിയായിരിക്കും. ആരെയും ജാരി നിൽക്കില്ല, ആരെയും പ്രത്യേകമായി സംരക്ഷിക്കില്ല. വർഗീയ പ്രശ്നമാണോ, കർക്കശ നടപടി ഉണ്ടാവും. ഇതാണ് കേരളം, ഇതാണ് നമ്മുടെ നാട്. എല്ലാ രംഗത്തും അഭിമാനിക്കാൻ കഴിയുന്ന നാട്. ഇതാണ് എൻ്റെ നാട് എന്ന് നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന കേരളം സൃഷ്ടിക്കലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പണ്ട് കവി പാടിയില്ലേ, ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. അതിൻ്റെ കൂടെ തന്നെ പാടി, കേരളം എന്ന പേർ കേട്ടാൽ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഒരു ദിവസം ബഹുമാനായ ഇ ശ്രീധരൻ, അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ. അദ്ദേഹത്തിൻ്റെ ടെക്നോക്രാറ്റ് രീതി മാത്രമല്ല, ഇന്നത്തെ കാലത്ത് അധികാര കേന്ദ്രങ്ങളിൽ നല്ല ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം. അധികാര കേന്ദ്രം എന്ന് പറയുമ്പോൾ കേന്ദ്ര അധികാര കേന്ദ്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക മാത്രമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹം വരും എന്ന് അദ്ദേഹം അടക്കം പലരും പറഞ്ഞ കാര്യമായിരുന്നു. അത്തരത്തിലുള്ള ഒരാൾ. ഒരു കാര്യം പ്രത്യേകം നാം ശ്രദ്ധിക്കണം. നാം 3ാം സഹസ്രാബ്ദ ഘട്ടത്തിലാണിന്ന്. ആധുനിക ശാസ്ത്രവിജ്ഞാന രംഗങ്ങളിൽ അത്ഭുതകരമായ വിപ്ലവങ്ങൾ സംഭവിക്കുന്ന കാലമാണിത്. ആഗോളതലത്തിൽ തന്നെ തൊഴിൽ വിജ്ഞാന മേഖലകൾ വലിയ തോതിൽ മാറുകയാണ്. മാറുന്ന ഈ ലോകാവസ്ഥക്കനുസരിച്ച് നമുക്ക് കേരളത്തെ നവീകരിച്ചെടുക്കണം. നവീകരിച്ചില്ലെങ്കിൽ നാം പിന്തള്ളപ്പെട്ടു പോകും. വിജ്ഞാന സമ്പദ്ഘടനയിലൂന്നിയ ഒരു നവകേരളത്തെ രൂപപ്പെടുത്താനാണ് നാം ശ്രമിക്കുന്നത്. അതിന് എല്ലാ തലങ്ങളിൽ നിന്നുമുള്ള സഹകരണം നിങ്ങളിൽ നിന്നുണ്ടാകണമെന്നാണ് ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കാനുള്ളത്. നാം ലക്ഷ്യമിടുന്നത് കേരളത്തിൻ്റെ പൊതുവായ വികസനമാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക കേന്ദ്രം വികസിക്കലല്ല, പ്രത്യേക പ്രദേശം വികസിക്കലല്ല. പൊതുവെ വികസനം വരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വികസനത്തിൻ്റെ സ്വാദ് അനുഭവവേദ്യമാകണം. എല്ലാ പ്രദേശങ്ങൾക്കും വികസന സ്പർശമുണ്ടാവണം. ഇതാണ് 2016 മുതൽ ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. 10 വർഷം മുൻപ്, നിങ്ങൾ 10 വർഷക്കാലമായി പ്രവാസ ജീവിതം നയിക്കുന്നവരാണല്ലോ നിങ്ങളിൽ മഹാഭൂരിഭാഗവും. അതിനേക്കാളും കൂടുതൽ കാലം പ്രവാസ ജീവിതം നയിക്കുന്നവരാണല്ലോ. 10 വർഷം മുൻപ് കേരളത്തിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഒട്ടേറെ പരാതികൾ ഏതെല്ലാം തരത്തിലുള്ള പരാതികളായിരുന്നു? നിങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട്, അപൂർവ ഘട്ടങ്ങളിൽ കേരളത്തിൽ നിന്ന് നിങ്ങളെ കാണാനെത്തുന്ന കേരളത്തിൻ്റെ പ്രതിനിധികളായവരോടെല്ലാം നിങ്ങളാ കാര്യം പ്രത്യേകമായി പരാതിയായി ഉന്നയിച്ചിട്ടുണ്ട്. അതിലൊരു ആശ്ചര്യമില്ല. കാരണം നിങ്ങൾ ഇവിടെ നിന്ന് പോയി മറ്റൊരു രാജ്യത്ത് ചെന്ന് അവിടെ ജീവിച്ച് പ്രവർത്തിച്ചു വരികയാണ്. എന്നാൽ
സ്വന്തം നാടിനെക്കുറിച്ച് വലിയ അഭിമാനബോധമാണ്. നാട് നല്ലതുപോലെ അഭിവൃദ്ധിപ്പെട്ടു വരണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഓരോ രംഗവും നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തെ സാഹചര്യം, ഇവിടുത്തെ നില, അത് വല്ലാത്ത പ്രയാസമുണ്ടാക്കുന്നു. ഒന്ന്, യാത്രയുടെ ഭാഗം. യാത്രയുടെ കാര്യമെടുത്താൽ അന്നത്തെ കേരളം വലിയ പ്രയാസത്തിലായിരുന്നല്ലോ. നിങ്ങൾ നല്ല സൗകര്യമുള്ള റോഡുകളും യാത്രാ സൗകര്യവും കണ്ടവരാണ്. ഇവിടെ വരുമ്പോൾ, പണ്ട് നിങ്ങൾ പോകുമ്പോൾ, അത് ചിലപ്പോൾ ദശാബ്ദങ്ങൾക്ക് മുൻപ് തന്നെയാകാം, വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് കുറേ കാലം അനുഭവിച്ചവരാണ്. ഇതിൻ്റെ ഭാഗമായി നാട്ടിൽ തന്നെ ഉണ്ടായ ഒരു ചിന്ത, ഇതിനൊന്നും ഒരു മാറ്റവും വരില്ല, കേരളം ഇങ്ങനെയായിപ്പോയി, നമുക്ക് നല്ല യാത്രാ സൗകര്യമുണ്ടാവില്ല, നല്ല റോഡ് നിർമ്മിക്കാനാവില്ല. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ അനുഭവം എന്താണ്? ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റം നേരിട്ട് കാണാൻ കഴിയുന്നവരാണല്ലോ നിങ്ങളെല്ലാവരും. മനസ്സ് കുളിരേ നിങ്ങളത് കാണുകയല്ലേ? നമ്മുടെ നാട്ടിന് വന്ന മാറ്റം, എത്ര വലിയ മാറ്റം! ഒരു കാലത്ത് ദേശീയപാത നമ്മുടെ കേരളത്തിൽ യാഥാർത്ഥ്യമാകില്ല എന്നാണല്ലോ ചിന്തിച്ചിരുന്നത്. അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അടുത്ത മാസം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ്. ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മാർച്ചാകുമ്പോഴേക്ക് പിന്നീടും ഒരു ഘട്ടം പൂർത്തിയാക്കപ്പെടുമെന്നാണ്. ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ് തന്നെ സംസ്ഥാനത്ത് നൽകിയിട്ടുള്ള ഉറപ്പുകളാണ്. അതനുസരിച്ചുള്ള നടപടികളാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ മാത്രമല്ലല്ലോ, നമ്മുടെ കേരളത്തിൻ്റെ യാത്രാ സൗകര്യം നല്ല രീതിയിൽ മെച്ചപ്പെടുക എന്നത് പൊതുവിലെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ റോഡുകൾ, പാലങ്ങൾ, ഫ്ലൈ ഓവറുകൾ, ഓവർബ്രിഡ്ജുകൾ ഏതെല്ലാം രീതിയിലാണ് വന്നു കഴിഞ്ഞത്? വലിയ മാറ്റം വന്നല്ലോ. നമ്മുടെ കേരളത്തിൻ്റെ മലയോര ഭാഗം, ആ മലയോര ഭാഗത്ത് നല്ല രീതിയിൽ യാത്രാ സൗകര്യം ഉണ്ടാകുന്നതിന് വേണ്ടി മലയോര ഹൈവേ, തീരദേശത്തുകൂടെ നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന തീരദേശ ഹൈവേ. തീരദേശ ഹൈവേക്കൊരു പ്രത്യേകതയുണ്ട്. തീരദേശ റോഡെന്ന് പറയുമ്പോൾ കടലിനടുത്തുകൂടിയാണ്. അപ്പോൾ കടലിനടുത്തുകൂടി യാത്ര ചെയ്യാൻ പറ്റുക. കേരളമാണെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട്
എന്നറിയപ്പെടുന്ന പ്രകൃതിരമണീയമായ നാട്. ഈ കാഴ്ച കണ്ടുകൊണ്ട് സൈക്കിൾ ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ഒട്ടേറെ ടൂറിസ്റ്റുകളുണ്ടാകും. അപ്പോൾ ഈ റോഡിന് അനുബന്ധമായി തന്നെ ഒരു സൈക്കിൾ ട്രാക്ക്. കേരളം ഏത് രീതിയിലാണ് മാറുക? അപ്പോൾ ഇതിന് രണ്ടിനും, മലയോര ഹൈവേക്കും തീരദേശ ഹൈവേക്കും 10,000 കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവിടാനാണ് തീരുമാനിച്ചത്. മറ്റൊരു കാര്യം, അടുത്ത മാസം നാടിന് സമർപ്പിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. ഇവിടെ കോവളത്ത് നിന്ന് കാസർഗോഡ് ബേക്കലിലേക്ക് ഉള്ള ജലപാത, ആ ജലപാത പൂർണ്ണമാകാൻ കുറച്ചുകൂടി സമയമെടുക്കും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് പുതിയ ചില കനാലുകൾ വരണം, കുറച്ച് സമയം അതിനെടുക്കും. എന്നാൽ കോവളം മുതൽ ചേറ്റുവ വരെ അത്രയും നീളത്തിൽ കനാൽ അടുത്ത മാസത്തോടുകൂടി നാടിന് സമർപ്പിക്കാനാവും. അപ്പോൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ വരുന്ന നമ്മുടെ ടൂറിസ്റ്റുകൾ ഈ കനാലിലൂടെ ബോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു 10-30 കിലോമീറ്റർ ചെന്നാൽ അവർക്കൊരിടത്ത് ഇറങ്ങാം. അവിടെ ടൂറിസ്റ്റുകൾക്ക് ആസ്വദിക്കാനുള്ള കാഴ്ചകളുണ്ടാവും, നാടൻ ഭക്ഷണങ്ങൾ ഒരുക്കിയിട്ടുണ്ടാവും, പലതരത്തിലുള്ള നാടൻ വിഭവങ്ങൾ അവർക്ക് ആസ്വദിക്കാം. എല്ലാം കൊണ്ടും അവർ സന്തുഷ്ടരാകും. ഇത്തരത്തിലുള്ള പദ്ധതികൾ നമ്മുടെ നാടിനെ സമർപ്പിക്കുകയാണ്, വരാൻ പോവുകയാണ്, അടുത്ത മാസത്തോടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഒന്നുകൂടി നാം ആഗ്രഹിച്ചിരുന്നു. ഇന്നൊരു സന്തോഷമുള്ളത് ആ കാര്യത്തിൽ മറ്റൊരു തരത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് പണ്ട് യാത്ര ചെയ്യാനെടുത്ത സമയം റെയിൽവേയിൽ ഏകദേശം അതേ സമയം തന്നെ ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കുറയണം. ചുരുങ്ങിയ സമയം കൊണ്ട് ദീർഘദൂരം യാത്ര ചെയ്യാൻ പറ്റുന്ന ട്രെയിനുകൾ നമുക്ക് വേണം. അതിന് പ്രത്യേകമായ ലൈനുകൾ വേണം. ആ രീതിയിൽ നമ്മുടെ ലൈനുകൾ, നിങ്ങളെല്ലാം പലയിടത്തുള്ള ട്രെയിനുകൾ കണ്ടവരാണല്ലോ. ഓരോ രാജ്യത്തും ഏതെല്ലാം തരത്തിലുള്ള ട്രെയിനുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. എത്ര വേഗത്തിലാണ് സഞ്ചരിക്കാൻ കഴിയുന്നത്. നമ്മുടെ നാടെന്ന് പറയുന്നത് മഞ്ചേശ്വരം മുതൽ പാറശാല വരെ എടുത്താൽ ഏകദേശം എല്ലാ ഗ്രാമങ്ങളും ഒരു വലിയ പട്ടണമായിട്ടല്ലേ കിടക്കുന്നത്. എല്ലാം കൂടി ഉൾക്കൊള്ളുന്നൊരു വലിയ പട്ടണമല്ലേ. അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് എത്താൻ കഴിയുക. തിരുവനന്തപുരത്ത് നിന്ന് 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് എത്താൻ കഴിയുക. തിരുവനന്തപുരത്ത് നിന്ന് 2 മണിക്കൂറിനുള്ളിലുള്ള സമയം കൊണ്ട് എറണാകുളത്ത് എത്താൻ കഴിയുക. ഇതൊക്കെ സ്വപ്നമല്ലാലോ, യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന കാര്യമാണല്ലോ. നിർഭാഗ്യവശാൽ അത്തരമൊരു കാര്യത്തിന് ഒരു തടസ്സവും ഉണ്ടാവില്ല എന്നാണ് സർക്കാർ കണക്കാക്കിയിരുന്നത്. പക്ഷേ പദ്ധതിയുമായിട്ട് അങ്ങ് മുന്നോട്ട് പോകാൻ നോക്കിയപ്പോൾ ഭയങ്കര തടസ്സം. ചെറിയ തടസ്സമല്ല. ഏറ്റവും നിർഭാഗ്യകരമായ വശം, അത്തരമൊരു പദ്ധതി നടപ്പാക്കണമെങ്കിൽ റെയിൽവേയുടെ അനുമതി വേണം. റെയിൽവേയിൽപ്പെട്ടതാണ്. അത് അനുമതി നൽകാതിരുന്നു.
അനുമതി കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഫലം ഇല്ല. അങ്ങനെ ഇതിന് നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഒരു ദിവസം ബഹുമാനായ ഈ ശ്രീധരൻ, അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ. അദ്ദേഹത്തിൻ്റെ ടെക്നോക്രാറ്റ് രീതി മാത്രമല്ല, ഇന്നത്തെ കാലത്ത് അധികാര കേന്ദ്രങ്ങളിൽ നല്ല ബന്ധമുള്ളൊരാളാണ് അദ്ദേഹം. അധികാര കേന്ദ്രം എന്ന് പറയുമ്പോൾ കേന്ദ്ര അധികാര കേന്ദ്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക മാത്രമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹം വരും എന്ന് അദ്ദേഹം അടക്കം പലരും പറഞ്ഞ കാര്യമായിരുന്നു. അത്തരത്തിലുള്ള ഒരാൾ വന്ന് പറഞ്ഞു, ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് മുന്നിൽ കൊടുത്തിട്ടുണ്ട്, അവരത് അംഗീകരിക്കാൻ തയ്യാറാണ്. നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങളെന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ പറഞ്ഞാൽ അതിന് അംഗീകാരം ലഭിക്കും എന്ന് പറഞ്ഞാൽ സന്തോഷം. നമ്മൾ പറഞ്ഞ പദ്ധതി തന്നെ ആണോന്നില്ലല്ലോ, നമുക്ക് റെയിൽ വേണമെന്നല്ലേ ഉള്ളൂ. ഈ റെയിലിന് അദ്ദേഹം ഇടുന്ന പേര് അതിവേഗ റെയിൽ എന്നാണ്. നമ്മൾ വളരെ അധിക സ്പീഡല്ല നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. ആവട്ടെ, ഏതായാലും ഞങ്ങൾ അംഗീകരിക്കാം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. കേന്ദ്ര റെയിൽവേ മന്ത്രിയെ ബന്ധപ്പെട്ടു. കേന്ദ്ര റെയിൽവേ മന്ത്രിയെ ആ ഘട്ടത്തിൽ എനിക്ക് പോയി കാണാൻ വിഷമമുണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രതിനിധിയായി ശ്രീ KB തോമസ് ഡൽഹിയിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അദ്ദേഹം ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ പോയി പ്രപ്പോസൽ ഒന്ന് കൊടുക്കണം, ഇവർക്ക് അംഗീകാരമാണെങ്കിൽ നമുക്ക് ഔദ്യോഗികമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാം, അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ ആവശ്യപ്പെട്ടൊരു കാര്യമില്ലല്ലോ. ഇത് കേന്ദ്ര ഗവൺമെൻറ് പ്രതികരണമെന്ന് അറിയണം, ഇത് കേന്ദ്രമന്ത്രിയെ പോയി കാണണം. അദ്ദേഹം പോയി ആ പ്രപ്പോസൽ കൊടുത്തു. അതിന് മറുപടി ഉണ്ടായില്ല. നമ്മൾക്കത് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ, കാരണം നമ്മുടെ നാടിൻ്റെ ആവശ്യമല്ലേ. അങ്ങനെ ഞാനൊരു ദിവസം ഡൽഹിയിൽ പോയി. ഇദ്ദേഹത്തെയും കൂട്ടി, ശ്രീ KB തോമസിനെയും കൂട്ടി ഈ കേന്ദ്രമന്ത്രിയെ കണ്ടു. ഇത് നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഔപചാരികമായിട്ട് പ്രപ്പോസൽ തരും. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ അങ്ങനൊരു കാര്യം ഉള്ളതായിട്ടില്ല അപ്പോൾ സംസാരിക്കുമ്പോൾ. ഏതായാലും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ആ കടലാസുകൾ തരാം. കടലാസുകൾ കൊടുത്തു, നിങ്ങൾ മറുപടി തരണം എന്ന് പറഞ്ഞു. ഒരു മറുപടിയുമില്ല. ഇതാണ് അതിൻ്റേതായ അവസ്ഥ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഡൽഹി മീററ്റ് RRT എന്ന പുതിയൊരു യാത്രാ സൗകര്യം വന്നിട്ടുണ്ട്. അത് നമ്മുടെ മെട്രോയെ പോലെ തന്നെയാണ്, നല്ല സ്പീഡിൽ പോവുകയും ചെയ്യും. അത് നഗരകാര്യ വകുപ്പിൻ്റെ കയ്യിലാണ്. അപ്പോൾ നഗരകാര്യമന്ത്രി ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ഞാനും കൂടി ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനൊരു പദ്ധതി ഉണ്ടല്ലോ, നിങ്ങൾക്ക് അത് ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ലേ? അദ്ദേഹം ആ യോഗത്തിൽ പരസ്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രപ്പോസൽ തന്നാൽ ഞങ്ങൾ അംഗീകാരം തരാൻ തയ്യാറാണ്, നമുക്ക് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാം. ആ വാക്ക് നല്ല നിലക്ക് വിശ്വാസത്തിലെടുത്തിരിക്കുകയാണ്. അതിൽ ആവശ്യമായ സഹായം നൽകാമെന്നവർ പരസ്യമായി സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ മന്ത്രിസഭാ യോഗം ഇപ്പോൾ തത്വത്തിൽ അംഗീകരിച്ച് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. അങ്ങനെ വന്നാൽ ഇനി വരുന്ന താമസമുണ്ട്, കുറച്ച് വർഷം എടുക്കും. എന്നാലും നമ്മുടെ ആഗ്രഹം നമുക്ക് പൂവണിയും എന്ന ഒരു നില, അതിനുള്ളൊരു പ്രതീക്ഷ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമുക്ക് വേണമല്ലോ. നമ്മുടെ കേരളം എന്നത് ഇപ്പോൾ 4 വിമാനത്താവളങ്ങൾ പ്രവർത്തിക്കുകയാണല്ലോ. ആ വിമാനത്താവളങ്ങളിൽ കണ്ണൂർ വിമാനത്താവളത്തിന് പോയിൻ്റ് ഓഫ് കോൾ സൗകര്യമില്ലാത്തത് കൊണ്ട്
നമ്മുടെ വിദേശ എയർക്രാഫ്റ്റുകൾക്ക് അവിടെ വരാൻ പറ്റുന്നില്ല. അത് കേന്ദ്ര ഗവൺമെൻറ്റുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കമ്പനികളും ബന്ധപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എമിറേറ്റ്സ് ഇവിടെ 20 വർഷം പൂർത്തിയാക്കിയതിൻ്റെ ഒരു ചടങ്ങിൽ ഇന്നലെ ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പോൾ എമിറേറ്റ്സിൻ്റെ പ്രധാനിയും അതിൽ വന്നിരുന്നു. അപ്പോൾ അവരും ഈ താല്പര്യം പ്രകടിപ്പിക്കുകയാണ്, ഇത്തരം കാര്യങ്ങൾ വന്നാൽ ഞങ്ങൾ വരാൻ തയ്യാറാണെന്നുള്ളത്. അത്തരം കമ്പനികൾ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ആ സൗകര്യം കണ്ണൂർ എയർപോർട്ടിന് മാത്രമാണ് നിഷേധിച്ചിട്ടുള്ളത്. വിമാനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പ്രവാസി സഹോദരങ്ങളുടെ കാര്യത്തിൽ എത്ര ക്രൂരമായ മനോഭാവമാണ് നമ്മുടെ യാത്രാകാര്യത്തിൽ അധികൃതർ സ്വീകരിക്കുന്നത് എന്നത് നിങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. കാരണം നിങ്ങൾ പ്രത്യേക സമയങ്ങളിലാണ് കൂട്ടത്തോടെ നാട്ടിലേക്ക് വരിക. ഉത്സവ സമയം, ആഘോഷ സമയം, ഈ ഘട്ടങ്ങളിലാണ് ഇങ്ങോട്ട് വരിക. നമ്മുടെ ഓണം, ക്രിസ്മസ്, റംസാൻ്റെ ഘട്ടത്തിലുള്ള പെരുന്നാളുകൾ, ഇങ്ങനെയെല്ലാമുള്ള ഘട്ടം. പിന്നെ അവിടെ ലീവ് വരുന്ന സമയം, അവിടെ കുട്ടികൾക്ക് ലീവ് വരുമ്പോൾ നാട്ടിലേക്ക് വരാൻ വേണ്ടി തയ്യാറാകുന്ന ഘട്ടം. ഇങ്ങനെയുള്ളൊരു 3-4 ഘട്ടമാണ് ഏറ്റവും പ്രധാനമായിട്ട് ആളുകൾ കൂട്ടത്തോടെ ഇങ്ങോട്ട് വരുന്നത്. സൂക്ഷ്മം. എത്രയാണ് വർധനവ്? ചാർജിൻ്റെ വർധനവ്. എന്തെങ്കിലും ന്യായീകരണമുണ്ടോ? സാധാരണ ഏതൊരു യാത്രക്കും യാത്ര ചെയ്യുന്ന ദൂരത്തെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ യാത്രാ ചാർജ് നിശ്ചയിക്കേണ്ടത്. ഇവിടെ അതല്ലാലോ. കൂടുതൽ ആളുകൾ യാത്രക്ക് വരും എന്ന് കാണുമ്പോൾ അതിശയകരമായ വർധനമാണല്ലോ വരുത്തുന്നത്. താങ്ങാനാവാത്ത വർധനമാണല്ലോ വരുത്തുന്നത്. അതിക്രൂരമായ സമീപനമാണല്ലോ ഇത്. നമ്മുടെ രാജ്യത്തിന് വിദേശ നാണ്യം നേടിക്കൊടുക്കുന്ന ഒരു വിഭാഗത്തോട് ഇത്തരത്തിലൊരു ക്രൂരമായ സമീപനം സ്വീകരിക്കാൻ പാടുണ്ടോ? എത്രയെത്ര നിവേദനങ്ങൾ സംഘടനകൾ കൊടുക്കുന്നത്, ജനപ്രതിനിധികൾ കൊടുക്കുന്നത്, സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത് എല്ലാം നിഷ്ഫലമായി മാറുകയല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ വലിയ തോതിലുള്ള മാറ്റം ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് നാം കാണണം. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ലോകത്ത് വരുന്ന മാറ്റത്തെക്കുറിച്ചാണ്. ആ മാറ്റത്തിനനുസരിച്ച് നമ്മുടെ നാട് വലിയ തോതിൽ മാറേണ്ടതായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പല രാജ്യങ്ങളിൽ ജോലി സമ്പാദിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ ഇന്നത്തെ അവസ്ഥ ലോക തൊഴിൽ കമ്പോളങ്ങളിൽ നമ്മുടെ യുവാക്കൾക്ക് മത്സരിക്കേണ്ടി വരുന്നത് വികസിത രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഉദ്യോഗാർത്ഥികളോടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഉള്ള മത്സരത്തിൽ അതിജീവിക്കാൻ കഴിയുന്നൊരു തലമുറയെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയണം. അതിന് ഉതകുന്ന ഒരു ബ്ലൂ പ്രിൻ്റ് ഈ സമ്മേളനത്തിൽ നാം അവതരിപ്പിക്കുന്നുണ്ട്. അതായിരിക്കും പുതിയ നയസമീപന രേഖ. നാളെ ചേരുന്ന പൊതുസമ്മേളനത്തിൽ അത് അവതരിപ്പിക്കും. നിങ്ങളുടെ അനുഭവം, നിങ്ങളുടെ അറിവും പരിചയവും അതെല്ലാം വെച്ചുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരണം. അങ്ങനെ അത് സമ്പുഷ്ടമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. നാടിൻ്റെ മാറ്റങ്ങളുടെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ അധികം പോകുന്നില്ല. എല്ലാ രംഗത്തും വലിയ മാറ്റം നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായാണ് ഇന്ന് കേരള നിയമസഭയിൽ അവതരിപ്പിച്ച
ബജറ്റിനെ കേരളം പൊതുവിൽ കാണുന്നത്. നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം +2 വരെ സൗജന്യമാണ്. ഇന്ന് പ്രഖ്യാപിച്ചു ഡിഗ്രി കോഴ്സും സൗജന്യമായിരിക്കുന്നു. അത്തരത്തിൽ കേരളത്തിൽ വിദ്യാഭ്യാസം നൽകുന്ന പ്രാധാന്യം, വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സൗകര്യം, ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ വർദ്ധിച്ചു വരികയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗം വലിയ മാറ്റത്തിന് വിധേയമായിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗം 10 വർഷം മുൻപ് നിങ്ങളൊക്കെ പഠിച്ച സ്കൂളുകളുടെ ഗതി കണ്ട് വല്ലാതെ വേദനിച്ച മനസ്സോടുകൂടി ഇവിടുന്ന് പോയവരായിരിക്കും നിങ്ങൾ. കാരണം അതെല്ലാം നാശത്തിൻ്റെ വക്കിലായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കെവിടെയും വേദനിക്കേണ്ടി വരുന്നില്ല. കാരണം എവിടെ നോക്കിയാലും നല്ല കെട്ടിടങ്ങൾ, ക്ലാസ് മുറികൾ, സ്മാർട്ട് ഹൈടെക്കായ സ്കൂളുകൾ, എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയിരിക്കുന്നു. ലോകത്തിൻ്റെ ഏത് ഭാഗത്തോടും കിടപിടിക്കാവുന്ന അക്കാദമിക് മികവ് പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ പഠിച്ച സ്കൂളുകൾ നിങ്ങൾ പഠിക്കുന്ന കാലത്തേക്കാളും കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിൽ കൺകുളിർക്കെ കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ഇതാണ് വന്ന മാറ്റം. ഒരു കാര്യം നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ മനസ്സിൻ്റെ പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഭാഗമാണത്. പ്രതിബദ്ധതയുടേതാണ് യഥാർത്ഥ പ്രശ്നം. നാടിനോടുള്ള പ്രതിബദ്ധത. നിങ്ങൾ 10 വർഷം മുൻപുള്ളൊരു കാലം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പലരും അനുഭവിച്ചറിഞ്ഞ കാര്യമായിരിക്കുമല്ലോ. കുട്ടികൾക്ക് പുതുവർഷം ആരംഭിച്ചു, പാഠപുസ്തകം കിട്ടാനില്ല. എവിടെ പോകും അവർ? പാഠപുസ്തകം മാർക്കറ്റില്ല, പാഠപുസ്തകം അച്ചടിച്ചിട്ടില്ല. ഇപ്പോൾ നിസ്സഹായരായ അധ്യാപകർ ഈ വിദ്യാർത്ഥികളുടെ പ്രയാസം മനസ്സിലാക്കി മെല്ലെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? കെട്ടുകാര്യസ്ഥത കൊണ്ട്, ഈ കാര്യത്തിൽ പ്രതിബദ്ധതയില്ലാത്തത് കൊണ്ട്. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ ഈ കഴിഞ്ഞൊരു ദശാബ്ദക്കാലത്തെ അനുഭവം നോക്കൂ. ഇപ്പം നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. സ്കൂൾ അടക്കുമ്പോൾ അടുത്ത വർഷത്തേക്കുള്ള പാഠപുസ്തകം കയ്യിൽ കിട്ടുകയാണ് കുട്ടികൾക്ക്. ഇതാണ് മാറ്റം. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല, നമ്മുടെ യൂണിവേഴ്സിറ്റികൾ വലിയ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. രാജ്യത്തെ പ്രധാന യൂണിവേഴ്സിറ്റികളോട് കിടപിടിക്കുന്ന കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ, കോളേജുകൾ നല്ല രീതിയിൽ മികവ് നേടിയിരിക്കുന്നു. ആദ്യത്തെ 100-ൽ നമ്മുടെ 18 കോളേജുകൾ എത്തി നിൽക്കുന്നു. ഇതൊക്കെ മാറ്റമാണല്ലോ. 10 വർഷം മുൻപ് 100-ൻ്റെ താഴെയൊന്നും കാണില്ല, 100-ൻ്റെ മേലെ മാത്രമേ കാണുമായിരുന്നുള്ളൂ. എങ്ങനെ വന്നതാണ് മാറ്റം? ആ രംഗത്ത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ തോതിലുള്ള ഇടപെടലുണ്ടായി. സർക്കാർ പണം ചെലവഴിച്ചു. അതിൻ്റെ ഭാഗമായി നല്ല മാറ്റങ്ങൾ വന്നു. പശ്ചാത്തല സൗകര്യം മാത്രമല്ല, കോഴ്സുകൾ മാറി, ആധുനിക കോഴ്സുകൾ വന്നു. വിദേശങ്ങളിൽ നിന്നടക്കം ഇങ്ങോട്ട് വരാൻ കുട്ടികൾ വലിയ തോതിൽ താല്പര്യപ്പെടുന്നു.
നമ്മുടെ വ്യാവസായിക രംഗത്ത് വന്ന മാറ്റം എത്ര വലുതാണ്, എത്ര വലിയ മാറ്റം. ചെറിയ മാറ്റമല്ലല്ലോ. നമുക്ക് ഒരു ഘട്ടത്തിൽ ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നിലയിലേക്ക് കേരളത്തെ മാറ്റാൻ കഴിയുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നോ? അതൊന്നും കേരളത്തിന് സാധിക്കുന്ന കാര്യമല്ല എന്നല്ലേ കണക്കാക്കിയിരുന്നത്. പക്ഷെ അതിനൊരു ശ്രമം നമ്മൾ നടത്തി. അസാധ്യം എന്ന് കരുതി തള്ളിക്കളിയല്ല ചെയ്തത്. 2016 അധികാരത്തിൽ വന്നതിന് ശേഷം അതിന് ശ്രമം ആരംഭിച്ചു. നീണ്ട കഥയുണ്ട്. ആ കഥയിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല, അത് നീണ്ടതാണെന്നുള്ളതുകൊണ്ട്. ഏതായാലും ഇപ്പോൾ എവിടെ എത്തി? രാജ്യത്തെ നിക്ഷേപ സൗഹൃദ കാര്യങ്ങളിൽ നമ്പർ 1 സംസ്ഥാനം എന്ന നില കേരളത്തിൽ. അതൊരു തവണയല്ല, രണ്ടാമത്തെ തവണയും. കൊച്ചിയിൽ നമ്മൾ നിക്ഷേപ സംഗമം നടത്തിയപ്പോൾ വലിയ വിജയം അവിടെയുണ്ടായി. ഇപ്പോൾ ദാവോസിൽ നമ്മുടെ സംസ്ഥാനത്തെ വ്യവസായ മന്ത്രിയും നമ്മുടെ ചീഫ് സെക്രട്ടറി എല്ലാം പോയിരുന്നു. അവിടെ ശ്രീ യൂസഫ് അലിയും അവിടെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൂടി അവിടെ ചർച്ച നടത്തിയപ്പോൾ 1,00,000 കോടിയിൽ പരം രൂപയുടെ നിക്ഷേപ വാഗ്ദാനമാണ് വന്നത്. എന്തൊരാശ്ചര്യമാണെന്ന് നോക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ പറഞ്ഞു, വ്യവസായ മന്ത്രി ഒരാളെ കൂട്ടി എൻ്റെ അടുത്ത് വന്നു, ഒരു നിക്ഷേപകന്. അയാളെ നിക്ഷേപ തുക കേട്ടപ്പോൾ പെട്ടെന്നൊരു ആശ്ചര്യം തോന്നും കേട്ടോ. 3,00,000 കോടിയിലധികം, 3,00,000 കോടിയിൽ പരം രൂപയുടെ നിക്ഷേപം നടത്താൻ സന്നദ്ധത കാണിച്ചുകൊണ്ടാണ് വന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ കേരളത്തിലേക്ക് വരാൻ പ്രത്യേക കാരണം? അദ്ദേഹം പറഞ്ഞ ഉത്തരമാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ സമാധാനം നിലനിൽക്കുന്നൊരു സ്ഥലം വേറെയില്ല. ഇവിടെ ഒരു തരത്തിലുള്ള കമ്മ്യൂണൽ പ്രശ്നമില്ല, ഒരു തരത്തിലുള്ള വർഗീയ പ്രശ്നങ്ങളുമില്ല. ഇവിടെ നല്ല സ്ഥിരതയുണ്ട്. ഞങ്ങൾക്കിവിടെ ശാന്തമായി കാര്യങ്ങൾ നടത്താൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടം തിരഞ്ഞെടുക്കാൻ കാരണം. നമ്മളാരെങ്കിലും പറഞ്ഞാൽ അത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നും. പക്ഷേ നമ്മുടെ രാജ്യത്തെ, ലോകത്തെ നിക്ഷേപകർ കേരളത്തെ എങ്ങനെ കാണുന്നു എന്നതാണ് ഇതിലൂടെയൊക്കെ കാണുന്നത്. എങ്ങനെ വന്നതാണിത്? യാദൃശ്ചികമാണോ? അതും പറഞ്ഞാൽ അധികമായി പോകുന്നുള്ളത് കൊണ്ട് വളരെ ദീർഘമായ കഥകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മുടെ നാട്ടിൽ വർഗീയ സംഘർഷം ഉണ്ടായിരുന്നല്ലോ, വർഗീയ കലാപമുണ്ടായിരുന്നല്ലോ. ഇവിടെ പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടിരുന്നല്ലോ, പലർക്കും പരിക്ക് പറ്റിയിരുന്നല്ലോ, പലരുടെ വീടുകളും കൊള്ളയടിക്കപ്പെട്ടിരുന്നല്ലോ, പലരുടെ സ്വത്തുവകകൾ നശിപ്പിച്ചിരുന്നല്ലോ, പല കടകൾ തകർത്ത് കൊള്ളയടിച്ചിരുന്നല്ലോ. എന്തെല്ലാം നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇവിടെ നടന്നിരുന്നു. എന്തേ കഴിഞ്ഞ 10 വർഷമായിട്ട് അത്തരത്തിലൊരു സംഭവവും കേരളത്തിൻ്റെ ഒരു ഭാഗത്തും ഇല്ലാത്തത്? അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അതിന് കാരണം ഇവിടെ വർഗീയ ശക്തികളില്ലാത്തതുകൊണ്ടല്ല, അവരെല്ലാം നാട് വിട്ടതുകൊണ്ടല്ല. ചില വർഗീയ ശക്തികൾ ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കരുത്തുള്ള അവരുടെ ഘടകം ഇവിടെയാണുള്ളതെന്നാണ് കണക്കാക്കുന്നത്. അത്രയധികം സ്വാധീനമുള്ള വർഗീയ ശക്തികൾ ഇവിടെയുണ്ട്. പക്ഷേ തല പൊക്കാനാവില്ല. അതാണ് ഇവിടെ ഉണ്ടായ പ്രത്യേകത. തല പൊക്കിയോ കർക്കശമായ നടപടിയായിരിക്കും. ആരെയും ചാരി നിൽക്കില്ല, ആരെയും പ്രത്യേകമായി സംരക്ഷിക്കില്ല. വർഗീയ പ്രശ്നമാണോ, കർക്കശ നടപടി ഉണ്ടാവും. അതല്ലേ നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അതോടൊപ്പം ഇതുകൂടി ചേർന്നപ്പോൾ
നല്ല രീതിയിൽ നമ്മുടെ നാട്, നമ്മുടെ രാജ്യത്തിന് തന്നെ അകത്ത് തന്നെ ഒരു ഒറ്റപ്പെട്ട തുരുത്തായി, വർഗീയ പ്രശ്നങ്ങളില്ലാത്ത, സംഘർഷമില്ലാത്ത, നിങ്ങൾക്ക് എന്താണോ താല്പര്യം ആ താല്പര്യമുള്ള ഭക്ഷണം കഴിക്കാം, നിങ്ങൾക്ക് ഏത് വസ്ത്രമാണോ ധരിക്കാൻ താല്പര്യം ആ വസ്ത്രം ധരിക്കാം, ഏത് ആരാധനാലയത്തിൽ പോകാനാണോ താല്പര്യം ആ ആരാധനാലയത്തിൽ പോകാം. ഒന്നിനും ഇവിടെ തടസ്സമില്ല. ആ അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു. അതോടൊപ്പം പശ്ചാത്തല സൗകര്യങ്ങളിലൊക്കെ ഉണ്ടായ വർധനവ് ഒക്കെ വന്നപ്പോൾ വലിയ തോതിലാണ് നിക്ഷേപ വാഗ്ദാനങ്ങൾ വരുന്നത്. വലിയ ബഹുരാഷ്ട്ര കമ്പനികൾ തന്നെ ഇങ്ങോട്ട് വരാൻ താല്പര്യം കാണിക്കുകയാണ്. ഇപ്പം ഇവിടെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായി. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണേണ്ട കാര്യം, 2016 ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം അതിൻ്റെ നടപടികൾ ആരംഭിച്ചു. ഒരു സംശയവുമില്ല, 2021 തുടർന്ന് നിങ്ങൾ തന്നെ അധികാരത്തിലിരിക്കുകയെന്ന് ജനങ്ങൾ തീരുമാനിച്ചപ്പോൾ ഇത്തരം കാര്യങ്ങൾ നല്ല നിലക്ക് തുടരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി അത് യാഥാർത്ഥ്യമാക്കാനായി. യാഥാർത്ഥ്യമായതോടുകൂടി വന്ന പ്രത്യേകത എന്താ? കേരളത്തിൽ വലിയ വികസന സാധ്യതയാണ് വരാൻ പോകുന്നത്. ഇതിൻ്റെ ഭാഗമായി വരുന്ന മാറ്റം ചെറുതായിരിക്കില്ല. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായിട്ടാണ് ഇത് തുറമുഖങ്ങളിൽ ഒന്നായിട്ടാണ് മാറാൻ പോകുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖമായിട്ട് മാറുന്നു. ഇപ്പം തന്നെ വലിയ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഭാഗമായുള്ള നിക്ഷേപം വരാൻ പോവുകയാണ്. അതിൻ്റെ തുടർച്ചയായി വലിയ തോതിൽ സ്ഥലമെടുക്കാൻ പോവുകയാണ്. ഒരു 3000 ഏക്കർ സ്ഥലമെങ്കിലും വിവിധ പദ്ധതികൾക്കായി എടുക്കണമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായുള്ള റിംഗ് റോഡ് വരുമ്പോൾ അതിൻ്റെ വശങ്ങളിലാണ് സ്വാഭാവികമായും വലിയ തോതിൽ നിക്ഷേപ സാധ്യത വരുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് വലിയ തോതിലാണ് ഇത് വഴിയൊരുക്കുന്നത്. കേരളത്തിൻ്റെ മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഇത്തരത്തിലുള്ള വികസനം മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ഷേമ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഘട്ടത്തിൽ തന്നെ വീട് നിർമ്മിക്കാനുള്ള പദ്ധതി നമ്മൾ ആരംഭിച്ചത്. ഏകദേശം 5 ലക്ഷത്തോളം വീടുകളാണ് ലൈഫ് മിഷൻ്റെ ഭാഗമായി പൂർത്തിയാകാൻ പോകുന്നത്. ഇത്തരമൊരു പദ്ധതി എവിടെയുണ്ട്? ഇത്ര ഭംഗിയായ വീട് 4 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന വീട് എവിടെ അത്തരമൊരു പദ്ധതിയുണ്ട്? നമ്മുടെ ക്ഷേമ പെൻഷൻ നല്ല രീതിയിൽ കൊടുക്കുകയാണ്. ഇപ്പോൾ 2000 രൂപ ആയത് നിശ്ചയിച്ചിരിക്കുന്നു, മുടക്കമില്ലാതെ കൊടുക്കുകയാണ്. വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർ, 35 വയസ്സ് കഴിഞ്ഞവർ, അവർക്ക് സാധാരണഗതിയിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക പദ്ധതി, 1000 രൂപ മാസം തോറും കിട്ടുന്നൊരു പദ്ധതി അത് ആവിഷ്കരിച്ചിരിക്കുന്നു. നല്ല പ്രതികരണം ആ കാര്യത്തിൽ ഉണ്ടായിരിക്കുകയാണ്. നമ്മുടെ യുവാക്കൾ പഠനം കഴിഞ്ഞ് തൊഴിലാഗ്രഹിക്കുന്നവർ അതുമായി ബന്ധപ്പെട്ട നൈപുണി നേടാനുള്ള പരിശീലനത്തിന് പോകുന്നു. ആ ഘട്ടത്തിൽ അവർക്ക് മറ്റു വരുമാനമൊന്നുമില്ല. അത്തരം ആളുകൾക്ക് മാസം തോറും 1000 രൂപ നൽകുന്നതിനുള്ള മറ്റൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നു.
എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നാട്ടിൽ എല്ലാ വിഭാഗവും സംതൃപ്തരാകണം. നാം കാണുന്ന നവകേരളം എന്നത് വികസിത രാഷ്ട്രങ്ങളിലെ, മധ്യവരുമാന രാഷ്ട്രങ്ങളിലെ ജീവ നിലവാര തോതിലേക്ക് നമ്മുടെ നാടിനെ ഉയർത്തലാണ്. അതിനുതകുന്ന നടപടികളാണ് എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരേപോലെ കണ്ടുകൊണ്ടുള്ള നടപടികളാണ് ഇവിടെ സ്വീകരിച്ചു വരുന്നത്. ഈ കേരളം പോലെ മറ്റേതൊരു നാടുണ്ട് ആളുകൾക്ക് ചികിത്സാ സൗകര്യം ലഭിക്കുന്ന നാട്? എത്ര നല്ല രീതിയിലാണ് എല്ലാ പ്രദേശങ്ങളിലും ചികിത്സാ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുള്ളത്. പ്രാദേശികമായ ഹെൽത്ത് സെൻ്ററുകളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും മാത്രമല്ല, താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളാണ്. എത്ര വലിയ മാറ്റം! നമ്മുടെ ആരോഗ്യരംഗത്തെ പ്രത്യേകതകൾ കോവിഡ് കാലത്ത് രാജ്യവും ലോകവും അംഗീകരിച്ചല്ലോ. എങ്ങനെയാണ് കേരളത്തിൽ ഇതൊക്കെ സാധിച്ചത് എന്നാണല്ലോ അവർ ആശ്ചര്യപ്പെട്ടത്. ഇപ്പോൾ അടുത്ത കാലത്ത് വന്നൊരു കാര്യമല്ലേ, നവജാത ശിശുക്കൾ അവരുടെ മരണനിരക്ക് അമേരിക്കയിൽ 5.6, കേരളത്തിൽ 5. അപ്പോൾ അമേരിക്കയെ നാം കവച്ചു വച്ചിരിക്കുന്നു. ഇതാണ് കേരളം, ഇതാണ് നമ്മുടെ നാട്, എല്ലാ രംഗത്തും അഭിമാനിക്കാൻ കഴിയുന്ന നാട്. അതാണ് എൻ്റെ നാട് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പ്രദേശത്തു നിന്നും ഓരോ രാജ്യത്തു നിന്നും പറയാവുന്ന നാടായി ഈ നാട് മാറിയിരിക്കുന്നു. നാം ഒരു വിജ്ഞാന നൂതനത്വ സമൂഹമായി കേരളത്തെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിൽ നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. വിജ്ഞാന കേരളത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കുന്നൊരു നടപടി ഇവിടെയുണ്ട്. അത് നിങ്ങളിൽ പലരും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഒട്ടേറെ പേര്, പുതിയ പഠനം പൂർത്തിയാക്കിയവർ, നേരത്തെ പഠിച്ച് ജോലിക്ക് പോകാതിരുന്നവർ, അങ്ങനെയെല്ലാമുള്ള പല ആൾക്കാരുമുണ്ട്. അതിൽ സ്ത്രീകളും പുരുഷന്മാരും വ്യത്യസ്ത പ്രായത്തിലുള്ളവരുണ്ട്. ഇവരുടെ എല്ലാം കാര്യത്തിൽ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു പരിശീലനം നൽകുന്നതിനുള്ള നടപടിയാണ് വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ നാം ഇപ്പോൾ നടപ്പാക്കുന്നത്. ആ പരിശീലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വിവിധ തൊഴിലിന് ആളുകളെ വേണ്ടി വരും. ആ തൊഴിലിന് വേണ്ട പ്രത്യേക പരിശീലനം അതിവിടെ നൽകും. ആ പരിശീലനം നൽകിയ ആളുകളെ ഈ പറയുന്ന തൊഴിൽ ദാതാവുമായി ബന്ധപ്പെടുത്തി കൊടുക്കും. കാരണം ആദ്യം തൊഴിൽ ദാതാവുമായി ബന്ധപ്പെടും, എത്ര ആളുകളെ വേണമെന്ന് കാണും. ഈ നൈപുണ്യം സമ്പാദിച്ച ആളുകളെ അവർക്ക് ഇൻ്റർവ്യൂ ചെയ്യാം. അവർക്കിഷ്ടമുള്ള ആളുകളെ എടുക്കാം. ഇപ്പോൾ ഒരു 100 ആളെയാണ് വേണ്ടതെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു 30 ആളെയാണ് വേണ്ടത്. ആ 30 ആളെ വേണ്ടെടുത്ത് ചിലപ്പോൾ 50-60 ആളെ നമ്മൾ ഈ നൈപുണ്യം കിട്ടിയവരെ അയക്കും. അവർ നോക്കി അവർക്ക് തൃപ്തിപ്പെട്ടെങ്കിൽ 30 ആളെ എടുക്കാം, തൃപ്തിപ്പെട്ടില്ലെങ്കിൽ എടുക്കാതിരിക്കാം. ഇക്കാര്യത്തിൽ വലിയ തോതിൽ നിങ്ങളിൽ പലർക്കും സഹായിക്കാൻ പറ്റും. ഒരു പ്രത്യേക സമ്മർദ്ദവും ഒരു തൊഴിൽദാതാവിൻ്റെ നേരെയുമില്ല. ആവശ്യമായ പരിശീലനം നൽകുക, ഇവർക്ക് തൊഴിൽ ലഭ്യമാകുക എന്നുള്ള താല്പര്യം മാത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ തൊഴിലിന് അവരെ പ്രാപ്തരാക്കുന്നു. ഇപ്പോൾ വലിയ തോതിൽ തൊഴിൽ നൽകാൻ കഴിയുന്നുണ്ട്. നല്ല പ്രതികരണമാണ് ഇതിന് വന്നിട്ടുള്ളത്. നമ്മുടെ
സാങ്കേതിക വിദ്യാഭ്യാസം നേടി പുറത്തു വരുന്ന ആളുകൾ പലരും ഇപ്പം തന്നെ തൊഴിൽ ചേർന്ന് കഴിഞ്ഞു. നേരത്തെ പഠിച്ചു കഴിഞ്ഞ് തൊഴിൽ കിട്ടാത്തവരുണ്ട്. അത്തരം ആളുകൾക്ക് ഇപ്പോൾ പുതുതായിട്ട് പരിശീലനം കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വ്യത്യസ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ തന്നെ ചില മേഖലയിൽ പ്രത്യേക കഴിവാർജിക്കാൻ പറ്റും. അപ്പം അതിന് ചില സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് ഏത് തരത്തിലുള്ള കഴിവാണോ വേണ്ടത് ആ കഴിവിനുള്ള പരിശീലനം കൊടുക്കും. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് റിക്രൂട്ട് ചെയ്യാം, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് നടക്കും. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് പലർക്കും സഹായിക്കാൻ കഴിയും. അത് കേരളത്തിനൊരു സഹായമാവും, നമ്മുടെ സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് വലിയ സഹായമായി അത് മാറും എന്നതാണ് കാണേണ്ടത്. ഇവിടെ പ്രവാസകാലത്ത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ പ്രവാസികൾക്ക് അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും കൂടെ നിൽക്കാനാണ് നോർക്ക വകുപ്പ് ശ്രമിച്ചു വരുന്നത്. അതായത് പ്രവാസിയാകാൻ തീരുമാനിക്കുന്ന ഘട്ടം മുതൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് തിരിച്ചു വരുന്നതുവരെ അവരുടെ കൂടെ നിൽക്കുക എന്ന നിലയിലേക്കാണ് നോർക്ക വകുപ്പ് മാറുന്നത്. പ്രവാസത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളെയും ഉൾക്കൊള്ളുന്ന സമഗ്രമായ സമീപനമാണ് നോർക്ക കൈക്കൊള്ളാൻ ഉദ്ദേശിക്കുന്നത്. ജോലിക്കായി വിദേശത്ത് പോകുമ്പോഴുള്ള നൈപുണ്യ പരിശീലനമുണ്ട്. പ്രവാസകാലത്ത് നിയമപരവും സാമ്പത്തികമായി പിന്തുണ ലഭിക്കേണ്ട പ്രശ്നങ്ങളുണ്ട്. പലവിധ കാരണങ്ങളാൽ നാട്ടിൽ തിരിച്ചെത്തുമ്പോഴുള്ള പുനഃസംയോജന പരിപാടികൾ, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതോടൊപ്പം വിവിധ പദ്ധതികൾ മടങ്ങിയെത്ത പ്രവാസികൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ നോർക്ക ഡിപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റ് ഫോർ റിട്ടേൺ എമിഗ്രൻസ് പദ്ധതി അത് വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. 9239 സംരംഭങ്ങൾ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് മഹാമാരിയെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട് മടങ്ങിയെത്തിയവരെ സഹായിക്കുന്നതിനാണ് പ്രവാസി ഭദ്രതാ പദ്ധതി. 13,906 പേർക്കാണ് സഹായം നൽകാനായത്. സാമ്പത്തിക പുനരധിവാസം എന്നത് സബ്സിഡി ലോണുകൾ നൽകുക എന്ന് മാത്രമല്ല, സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കൽ കൂടിയാണ്. അതിനുള്ള പദ്ധതികളും ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ജന്മനാട്ടിൽ പ്രവാസികൾക്ക് ബിസിനസ് ആരംഭിക്കാൻ ആവശ്യമായ വിദഗ്ധ ഉപദേശം, മാർഗനിർദ്ദേശം, അതിനാണ് നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെൻറ്റർ സ്ഥാപിച്ചത്. വിദേശത്തെ ജീവിതാനുഭവങ്ങളും വിദ്യാഭ്യാസവും കൈമുതലാക്കി കേരളത്തിൽ തിരികെ എത്തിയ പ്രവാസികൾക്ക് നാട്ടിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ആ ലക്ഷ്യത്തോടെയാണ് നോർക്ക അസിസ്റ്റഡ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് പദ്ധതി ആവിഷ്കരിച്ചത്. സാന്ത്വന ദുരിതാശ്വാസ പദ്ധതി, അതുവഴി ദുരിതത്തിലായ പ്രവാസികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സാമ്പത്തിക സഹായം 2016 മുതൽ 2025 വരെ എടുത്താൽ 212 കോടി രൂപയുടെ ധനസഹായം ഇതുവഴി ലഭ്യമാക്കിയിട്ടുണ്ട്. നോർക്ക ID കാർഡ് മുഖേന നൽകി വരുന്ന പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസിയിൽ 47,749 പേർ അംഗങ്ങളായിട്ടുണ്ട്. 4ാം ലോ കേരള സഭ, അതായത് കഴിഞ്ഞ ലോ കേരള സഭ, അതിലുയർന്നു വന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ 2 ഏറ്റവും പ്രധാനമായിരുന്നു. നോർക്ക കെയർ എന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, സമഗ്ര പുനരധിവാസ പദ്ധതിയായ പ്രവാസി മിഷൻ, ഈ 2 ഇതിനകം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രവാസികൾക്ക് മാത്രമായി രാജ്യത്താദ്യമായി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക കെയറിൽ 1.5 ലക്ഷത്തോളം പ്രവാസികളാണ് ഇപ്പോൾ അംഗങ്ങളായിട്ടുള്ളത്. ഇനിയും അത് വർദ്ധിക്കും. അതിനാവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി.
കേരളത്തിലേക്ക് തിരിച്ചെത്തുന്ന പ്രവാസികളുടെ സാമ്പത്തിക പുനഃസംയോജനം സാധ്യമാക്കുന്നതിനും പ്രവാസി പങ്കാളിത്തോടെയുള്ള പുനരധിവാസ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനുമായാണ് പ്രവാസി മിഷൻ ആരംഭിച്ചത്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രവാസികൾ പ്രവാസ ജീവിതം ആരംഭിക്കുമ്പോൾ പാസ്പോർട്ട് ഇനത്തിൽ, വിസ ഇനത്തിലൊക്കെ പ്രവാസികൾ ഈടാക്കുന്ന തുകയുടെ ചെറിയ ശതമാനം പ്രവാസികളുടെ ക്ഷേമത്തിന് കേന്ദ്ര സർക്കാർ മാറ്റിവെക്കണം എന്നതും ഈ കൂട്ടത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. യാത്രയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഏതെല്ലാം തരത്തിലാണ് നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ സമീപനം മാറണം എന്ന് തന്നെയാണ് കാണുന്നത്. ഇവിടെ ഒരു കാര്യം ഖേദപൂർവം നാം കാണേണ്ടതുണ്ട്. ഇത് പ്രവാസികളുടെ ഒരു പാർലമെൻറ്റാണ് യഥാർത്ഥത്തിൽ. അതായത് നിയമസഭാംഗങ്ങളോടും പാർലമെൻറ്റ് അംഗങ്ങളോടും ഒപ്പം പ്രവാസി സഹോദരങ്ങളും കൂടി ചേരുന്ന ഒരു സഭ. അത് പ്രവാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കാൻ എല്ലാവർക്കും ആവണ്ടേ? ഇപ്പം ഞങ്ങളൊക്കെ നിങ്ങളെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന സ്നേഹവായ്പ് എത്ര നല്ല മനസ്സോടെയാണ് നിങ്ങൾ ഞങ്ങളെ സ്വീകരിക്കുന്നത്. അത് ചെല്ലുന്ന ആളുകളുടെ വ്യക്തിപരമായ നില കണ്ടുകൊണ്ടല്ലോ. നിങ്ങൾ കാണുന്നത് കേരളത്തെയാണല്ലോ, കേരളത്തിൻ്റെ ഒരു പ്രതിനിധിയാണല്ലോ. അപ്പോൾ നാടിനോടുള്ള താല്പര്യമാണല്ലോ നിങ്ങൾ പ്രകടിപ്പിക്കുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾക്കും അത് തിരിച്ച് കാണിക്കാൻ കഴിയണ്ടേ? നിർഭാഗ്യവശാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർക്ക് അത് കഴിയുന്നില്ല. വളരെ ഇടുങ്ങിയ മനസ്സോടെ ഞാൻ ബഹിഷ്കരിക്കുകയാണ് എന്ന് പറയുകയാണ്. പണ്ട് ചെറിയ കുട്ടി ആയിരിക്കുമ്പോൾ ഭക്ഷണം വേണ്ട എന്നൊക്കെ പറഞ്ഞ് പണങ്ങി നിൽക്കുന്നൊരു സ്ഥിതിയില്ലേ? എന്താണ് ഇതിനൊക്കെ അർത്ഥം? ഇവരെല്ലാം കുട്ടികളല്ലാലോ, ഇരുത്തം വന്നവരല്ലേ, നാടിൻ്റെ കാര്യങ്ങളിൽ താല്പര്യപൂർവ്വം ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരല്ലേ. ഇതാണോ സ്വീകരിക്കേണ്ട സമീപനം? ഒരു തവണ ഒരബദ്ധം പറ്റി, ആ പറ്റിയ അബദ്ധം തന്നെ പിന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കാൻ പാടുണ്ടോ? നിർഭാഗ്യകരമായ ഒരു കാര്യമാണത്. ഇവിടെ യഥാർത്ഥത്തിൽ ഇത്തരം വേദികളിൽ വന്ന് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ വെക്കാലോ. എന്തെങ്കിലും കാര്യം ഇപ്പോൾ ഞങ്ങൾ സർക്കാർ എന്ന നിലക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും പെശക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പെശക് ചൂണ്ടിക്കാണിക്കാലോ. ഞങ്ങളതൊക്കെ കേൾക്കാൻ സന്നദ്ധരാണല്ലോ. മറുപടി പറയുന്നുള്ളത് വേറെ കാര്യം കേട്ടോ, അത് സ്വാഭാവികമാണല്ലോ. പക്ഷെ അതല്ലേ സംവാദത്തിൻ്റെ രീതി. സംവേദനം എപ്പോഴും നല്ലതല്ലേ, അതിന് തയ്യാറാവണ്ടേ? ഞങ്ങളിങ്ങോട്ട് വരില്ല, മുഖം കാണിക്കില്ല എന്നൊരു നിലയാണോ സ്വീകരിക്കേണ്ടത്? ഇപ്പോൾ നാം കാണേണ്ടത് പല പ്രതിസന്ധികളുണ്ടെങ്കിലും കേരള സഭയുടെ ഈ 5ാം സമ്മേളനം നാം നവകേരളത്തിലേക്കുള്ള ചൂണ്ടുപലകയായി കാണുന്നു. ഈ പ്രതിസന്ധികളെല്ലാം നമുക്ക് അതിജീവിക്കാനാവും. ഏത് കോണിലായാലും ഞാനൊരു മലയാളിയാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു കേരളം, ഇതാണ് എൻ്റെ നാട് എന്ന് നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന കേരളം സൃഷ്ടിക്കലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പണ്ട് കവി പാടിയില്ലേ, ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. അതിൻ്റെ കൂടെ തന്നെ പാടി, കേരളം എന്ന പേർ കേട്ടാൽ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. അപ്പോൾ ഇന്ത്യ എന്ന വികാരത്തിനുള്ളിൽ തന്നെ കേരളം എന്ന വികാരവുമുണ്ട്. കേരളത്തിന്, കേരളീയർക്ക് ആ നിലക്കുള്ള അഭിമാനബോധവുമുണ്ട്. അർഹതപ്പെടുന്നത് നേടിയെടുക്കാനുള്ള കരുത്തും ശക്തിയും ഈ സമൂഹത്തിനുണ്ട്. അത് ആരെങ്കിലും നിഷേധിച്ചാൽ അതിനോട്
അടിയറ പറയാതെ തന്നെ ജനങ്ങളുടെ ക്ഷേമ വികസന കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള ദർശനവും പ്രായോഗിക കർമ്മപദ്ധതിയുമുണ്ട്. ഇതെല്ലാം തന്നെ ഭരണഘടനയ്ക്കും ഇന്ത്യയുടെ പൊതുഘടനയ്ക്കും ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ സാധ്യമാക്കാം എന്ന നിലക്കുള്ള ആത്മവിശ്വാസവുമുണ്ട്. ആ ആത്മവിശ്വാസം പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ച് നീങ്ങാം, ഒരു നവകേരളം സൃഷ്ടിച്ചെടുക്കാം. അതിനെ കേരള സഭയ്ക്കാകാവുന്നതെല്ലാം ചെയ്യണം. ആവശ്യമായ സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.